ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് കൊടി കയറുകയാണ്. ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം ടീമായ ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ടീമിന്റെ സ്ട്രാറ്റജിയെ കുറിച്ചും മറ്റ് ലക്ഷ്യങ്ങളെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും ഒക്കെ KP നമ്മളോട് സംസാരിക്കും. വെൽക്കം KP. ഈ സീസൺ 3 കപ്പടിക്കണം എന്നുള്ളൊരു ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണല്ലോ ട്രിവാൻഡ്രം റോയൽസ് ഇത്തവണ ക്രീസിൽ ഇറങ്ങുന്നത്. അപ്പോ എങ്ങനെ പോകുന്നു പ്രാക്ടീസ് സെഷൻസ് ഒക്കെ? പ്രാക്ടീസ് ഒക്കെ വളരെ നന്നായിട്ട് പോയി. ഒരു 2 weeks നമുക്ക് ടീമിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടി, എല്ലാവരും ഒരുമിച്ച്. ഒരു ടൂർണമെന്റ് നമ്മളൊരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ടർഫ് വിക്കറ്റിൽ നമുക്ക് ഇത്ര ഒരു ലോങ് ആയിട്ട് 14 days നമുക്ക് ഒരു ടീമിനെ കിട്ടാന്ന് പറഞ്ഞത് വളരെ ഹ്യൂജ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കുന്നത് നമ്മളെ എല്ലാ പ്ലേയേഴ്സായിട്ടും നമ്മൾ ഒരുമിച്ച് കളിക്കും ഇത്ര വർഷങ്ങളായിട്ട്. സോ ഒരു 5-6 years ആയിട്ട് ഈ ടീമിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സോ ഒരു 2 weeks സമയം ധാരാളമാണ് നമുക്കൊരു ബോണ്ടിങ് ഉണ്ടാക്കി ആ ഒരു എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഫോമും നമുക്ക് ലെവൻ ഇടാനും എല്ലാത്തിനും ഒരു 2 weeks സഫിഷ്യന്റ് ടൈം. പിന്നെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ബിഗ് താങ്ക്സ് ടു KC. നമുക്കൊരു 2 weeks ആ ഒരു അത്രയും സമയം നമുക്ക് ആ ഗ്രൗണ്ട് വിട്ടു തന്നെ. ഇന്ത്യ ക്രിക്കറ്റ് പല ക്യാപ്റ്റന്മാരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെയും പെർഫോം ചെയ്യാൻ പറ്റുന്ന കപിൽ ദേവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ കൂൾ ആയിട്ടുള്ള ധോണിനെ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഗാംഗുലിയും കോഹ്ലിയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാപ്റ്റനായിട്ട് വീണ്ടും ക്യാപ്റ്റനായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻസിൽ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ ആരെങ്കിലും റോൾ മോഡലായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടോ? ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങുന്നത് ഏർലി സ്റ്റേജ് ആയപ്പോൾ ഗാംഗുലി ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. വളരെ ചെറുപ്പത്തിൽ ജസ്റ്റ് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു ഇതിലെത്തിയപ്പോഴേക്കും ധോണിയായിരുന്നു ക്യാപ്റ്റൻ. നമ്മുടെ ഒരു കളി കാണാനായിട്ട് തുടങ്ങിയപ്പോൾ 2007 ഒക്കെ ആയപ്പോൾ. സോ അന്നോട്ട് ധോണിയുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻസി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അന്ന് പോണ്ടിങ് ആയിരുന്നു ഓസ്ട്രേലിയ ക്യാപ്റ്റൻ. സോ എനിക്ക് ഇന്റർനാഷണൽ മാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും സ്മിത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാപ്റ്റനാണ്. പക്ഷെ നമുക്ക് TV കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ലിമിറ്റേഷൻ. നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിയേണ്ടി വന്നു ഇപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഗാംഗുലിയുടെ ആണെങ്കിൽ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള നമ്മുടെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് സച്ചിൻ ചേട്ടൻ നേടിയുന്നത്, എന്റെ കൂടെ ടീമിൽ സിജോമാർ അണ്ടർ 14 കാറ്റഗറി ഉണ്ട്, രഞ്ജി ട്രോഫി വരെ ക്യാപ്റ്റൻ. അപ്പം ഇവരുടെയൊക്കെ ക്യാപ്റ്റൻസി കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഇവരുടെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് TV കൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സോ എനിക്ക് കൂടുതലും ഇഷ്ടം ഗാംഗുലി അല്ലെങ്കിൽ വിരാട് കോഹ്ലി ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മുൻപുള്ള സീസണുകളിൽ പിന്നെ ഡെത്ത് ഓവറിലും അതുപോലെ ബാറ്റിങ്ങിലും ഒക്കെ ചെറിയ ചെറിയ പിഴവുകളൊക്കെ വന്നിട്ടാണ് ട്രിവാൻഡ്രം റോയൽസ് ഒന്ന് ബാറ്റിലേക്ക് പോകേണ്ടി വന്നത്. ഇത്തവണ എങ്ങനെയാണ് ടീം ഫുൾ സെറ്റ് ആവാം? നമുക്ക് ഇപ്പൊ ടീം വൈസ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇയർ നമ്മൾ 4 പേരാണ് ഈ ടീമിലുള്ളത്. ബാക്കിയുള്ള 12 പേര്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ 16 മെമ്പറാണ് ഈ വർഷം. അപ്പൊ ബാക്കി 12 മെമ്പേഴ്സ് നമുക്ക് വേറെ ആൾക്കാരാണ്. സോ ഒരു ടീം തന്നെ കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ്. നമ്മൾ 4 പേരെ റീടെൻഷൻ വെച്ചു, ബാക്കിയെല്ലാം ന്യൂ ഫേസസ് ആണ് നമ്മുടെ ടീമിൽ. സോ ഇത് ലാസ്റ്റ് ഇയറുടെ പെർഫോമൻസ് ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ ഇല്ല. പക്ഷെ എന്റെ ക്യാപ്റ്റൻസി പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഈ ഒരുപാട് ലേണിങ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരുപാട് ലേണിങ്സ്. നമുക്കിപ്പം എത്തേണ്ട ഒരു സ്ഥലത്ത് ഒരു ക്വസ്റ്റൻ നമുക്ക് എത്താൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അത്ര ഒരു ടൂർണമെന്റ് നമുക്ക് സീസൺ കളിച്ചതിന്റെ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു എനിക്ക് ലേണിങ്. സോ ഈ വർഷം ഒരുപാട് മിസ്റ്റേക്സ് കുറച്ചധികം മിസ്റ്റേക്സ് ലാസ്റ്റ് ഇയർ സംഭവിച്ചു. നമുക്ക് എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്, നമുക്ക് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് പറ്റിയിട്ടില്ല. കാരണം ഒരു 16 hours 17 hours വരെ നമ്മുടെ കയ്യിൽ നിന്ന കളി ലാസ്റ്റ് 3 hours 4 hours ആകുമ്പോൾ സ്ലിപ്പ് ചെയ്യുന്ന കുറച്ച് അത് നമ്മുടെ ബാറ്റിങ്ങും ബോളിംഗ് അതിന്റെ ക്യാപ്റ്റൻസിയിലും 1-2 ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് മിസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എനിക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റി. സോ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ ആക്കിയാണ് ഞാൻ ഈ വർഷം ഇറങ്ങാനായിട്ട്. സോ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്തവണ ടീമില് IPL താരം വിഷ്ണു വിനോദ് കൂടി ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് വിഷ്ണു ഏത് നിരയിലായിരിക്കും ഇറങ്ങുന്നത്? അതാണ് എങ്ങനെയാണ് വിഷ്ണുവിനെ ഇറക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇപ്പൊ എല്ലാ ടീമിനും അറിയാം എവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്. സോ അതൊരു വലിയൊരു സീക്രട്ട് ആയിട്ടൊന്നുമല്ല. പക്ഷെ വിഷ്ണു വിനോദ് നമുക്ക് ഓപ്പൺ ചെയ്യും ഈ വർഷം. ഒരു ബിഗ് എക്സ്പീരിയൻസ്, ബിഗ് ഇമ്പാക്ട് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഒരു 6-7 years IPL കളിച്ച ഒരു പ്ലെയർ നമ്മുടെ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഇമ്പാക്ട് ആണ്. നമുക്ക് യങ്സ്റ്റേഴ്സിന് ആണെങ്കിലും
ഫുൾ ടീമിന്റെ ഒരു മൊറൈലിനെ തന്നെ അത് എഫക്ട് ചെയ്യും. പിന്നെ അതിനുപരി നമുക്ക് കേരളം കണ്ടതിൽ വെച്ച് വന്നത് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് വിഷ്ണു വിനോദ്. അപ്പൊ കേരളത്തിന് വേണ്ടി ഏറ്റവും നല്ല എക്സ്പ്ലോസീവ് സ്റ്റാർട്സ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് വിഷ്ണു വിനോദാണ് ഹിസ്റ്ററി തന്നെ. സോ അങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബൂസ്റ്റാണ്. പിന്നെ ബാറ്റിങ്ങിനുപരി ഉള്ള ഒരു എക്സ്പീരിയൻസ് അവർ ഫീൽഡിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. പ്ലസ് കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ. ഇപ്പൊ കെ സി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ നേരത്തെ പോലെ Under-23 ഇത് കളിച്ചല്ലാതെ വേറെ പുറത്തുനിന്ന് ഒരുപാട് പേര് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പം എക്സ്പീരിയൻസ് കുറച്ച് പേര് ഈ ടീമിലേക്ക് വരുമ്പോൾ വിഷ്ണുവാണ് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ലേണിങ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര. ഇപ്പം വിഷ്ണുവിനെ പോലെ ഒരാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവരെ വല്ലാത്തൊരു കോൺഫിഡൻസിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് തന്നെ ഡിഫറെന്റ് ആവും. സോ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ടീമിൽ ഉണ്ടാക്കുന്നത് ആസ് എ പ്ലെയർ എന്നുള്ളതിനേക്കാളും കൂടുതൽ. അപ്പൊ ഓപ്പണിംഗിൽ അപ്പോ വിഷ്ണു പിന്നെ KP ആയിരിക്കുമല്ലോ ഓപ്പണിംഗ്. അപ്പൊ ഓപ്പൺ എങ്ങനെയായിരിക്കും ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ എങ്ങനെ നോക്കി കാണും? തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് വർഷങ്ങളായി വിഷ്ണുവിനായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുന്നു. സോ ഭയങ്കര ഒരു ക്രിക്കറ്റിനെ പുറത്താണെങ്കിൽ തന്നെ ഞങ്ങൾ നല്ലൊരു ബന്ധമുള്ള ഒരു ക്രിക്കറ്റാണ് വിഷ്ണു ചേട്ടൻ ശരിക്കും. സോ എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും റിയലി ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ ഒരു ബാറ്റ്സ്മാനോട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ഇത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്റ്സ്മാനോട് നമ്മൾ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ് ശരിക്കും നമ്മൾ ഇറങ്ങുമ്പോൾ. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെയാണ് ഗെയിം സിറ്റുവേഷൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് റിയാക്ട് ചെയ്യണം ആസ് എ ബാറ്റ്സ്മാൻ. സോ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ എപ്പം നമ്മൾ ഒരാൾ റിസ്ക് എടുക്കണം അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഒരുമിച്ച് ബാറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടും പരസ്പരം നമുക്ക് അറിയാവുന്നതുകൊണ്ടും അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് എപ്പോൾ എങ്ങനെ കളിക്കണം നമ്മൾ ഒരുമിച്ച് ക്രീസിലുള്ളപ്പോൾ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് മുൻപ് കളിച്ച ഒരുപാട് പരിചയമുള്ളൂ ഒരുമിച്ച് കളിച്ച്. പിന്നെ എല്ലാം ഗെയിമിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രിഡിക്ട് ചെയ്യാനോ പറ്റില്ല ആര് റിസ്ക് എടുക്കുക എപ്പോൾ അടിക്കണം എന്നൊക്കെ. അത് ആ ഗെയിം പോകുന്നവരനുസരിച്ച് നമ്മൾ ജസ്റ്റ് ബിഹേവ് ചെയ്യണം ചെയ്യുന്നത് ബാറ്റിംഗ്. KCL ഇത്തവണ എല്ലാ മത്സരങ്ങളും ഹോം ഗ്രൗണ്ടിലാണല്ലോ. അപ്പോ ഈ ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് അതൊരു അനുകൂല ഘടകമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷത്തേക്കാളും കുറച്ചുകൂടെ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ വർഷം. നമുക്ക് അറിയാം, നമുക്ക് ഓരോ വർഷം കഴിയുന്നവരും KCL പ്രൊമോഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇനീഷ്യലി ആ ഒരു 2-3 മാച്ച് നമുക്ക് പെർഫോം ചെയ്ത് നമ്മളൊരു കാണികൾക്ക് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട് സെറ്റ്. നമ്മൾ അതിനൊരു ബാധ്യസ്ഥരാണ് ശരിക്കും. സോ അത് നമ്മുടെ മനസ്സിലതുണ്ട്. പിന്നെ തീർച്ചയായും നമ്മൾ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു ലീഗ് നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രൗഡ് സപ്പോർട്ടും കുറെ ആൾക്കാരെ കാണുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് ശരിക്കും. നമ്മളെ സ്റ്റേഡിയം കുറച്ചുകൂടെ ഇങ്ങനെ മാക്സിമം ഫില്ല് ആവും തോറും അതിന്റെ അർത്ഥം നമ്മുടെ ലീഗ് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോം ടീം എന്നുള്ളൊരു ഇതിൽ നമുക്ക് ട്രിവാൻഡ്രത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ കളി നടക്കുന്നു. സോ തീർച്ചയായും നമ്മൾ വരുന്ന ഒരു ക്രൗഡിന് നമുക്ക് നല്ലൊരു കളിക്കാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് കളി ഒരുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര സന്തോഷമായിരിക്കും. നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്കൊരു ക്രൗഡ് നമുക്ക് സപ്പോർട്ട് കൂടാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിക്ക് ഉപരി നമുക്കൊരു എക്സൈറ്റ്മെന്റും നമുക്ക് അവർക്കും കൂടെ വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. സോ എന്തായാലും നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ മാക്സിമം ക്രൗഡ് വരുവാണെങ്കിൽ. ആദ്യ 2 സീസണുകളിലും 2 ടീമുകളാണ് ചാമ്പ്യൻസ് ആയത്. അപ്പോ ഇത്തവണ എങ്ങനെയാണ് ട്രിവാൻഡ്രം റോയൽസ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനെയാണോ എതിരാളികളായിട്ട് ഫൈനൽ പ്രതീക്ഷിക്കുക? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ലാസ്റ്റ് ഇയർ നമുക്കൊരു ടീം കപ്പടിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തു വിചാരിച്ച് നമുക്കൊരു എക്സ്ട്രാ ഒരു വെയിറ്റേ കൊടുക്കാൻ പറ്റും. കാരണം ഈ 6 ടീമും നമ്മൾ ഈക്വൽ ആണ് ശരിക്കും. നമുക്ക് ലാസ്റ്റ് നമുക്ക് ഏറ്റവും അവസാനം ഒരു ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ലൈറ്റായിട്ട് എടുക്കാനും പറ്റില്ല. ഈച്ച് ഇയർ ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരു ഡിഫറെന്റ് ടീം, ഡിഫറെന്റ് സിറ്റുവേഷൻ, എല്ലാം ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ ശരിക്കും 6 ടീമും ഞാൻ പറയുന്നത് കപ്പടിക്കാനായിട്ടൊരു അർഹതയുള്ള അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉള്ള കേപ്പബിലിറ്റി ഉള്ള ടീമുകളാണ്. നമ്മൾ ഏതൊരു ടീമിനെ പോലും കപ്പടിക്കാനായിട്ട് ഇറങ്ങുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രഷറും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനാണ് കാര്യം. നമ്മൾ പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്നത്. സോ ഒരുപാട് നമ്മളൊരു കപ്പടിക്കുന്ന നല്ല റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട് നമുക്ക് കപ്പടിക്കണം, വിൻ ചെയ്യണം, ചാമ്പ്യൻഷിപ്പ് അടിക്കണം. പക്ഷെ നമ്മളതൊരു മാച്ച് ബൈ മാച്ച് ആയിട്ട് എടുക്കാനാണ് നമ്മളൊരു എല്ലാ ടീമും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാച്ചാണ് നമ്മുടെ ചലഞ്ച്. സോ കപ്പ് എന്നുള്ളത് ഭയങ്കര ഇച്ചിരി ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കുമ്പോഴേക്കും 10-12 മാച്ചിന്റെ അപ്പുറത്താണ് ആ ട്രോഫി ഇരിക്കുന്നത്.
സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മാച്ച് വേണം. അപ്പൊ നാളത്തേക്കുള്ള മാച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഒരു ഫൈനലിലുപരി നെക്സ്റ്റ് മാച്ച്, നാളത്തെ മാച്ചാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടീമും കാണുന്നത്. സോ അതിനെങ്ങനെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും, 100% നെക്സ്റ്റ് മാച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ഇത്തവണ ടീമിൽ ഓൾറൗണ്ടേഴ്സ് ആണ് തോന്നുന്നില്ല ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ ബാറ്റിംഗ് ബോളിംഗ് ആ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെ തോന്നുന്നു? നമുക്ക് നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട് 3 to 4. പക്ഷെ നമുക്ക് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ബാറ്റ്സ്മാൻ ഇപ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തന്നെ ഉണ്ട് 5-6 പേര്. നമുക്ക് ഓൾറൗണ്ടേഴ്സ് ആയിട്ടൊരു 4-5 പേര്, ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്, സ്പിന്നർ. നമുക്ക് എനിക്കാണ് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു 3-4 നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. സോ T20 എപ്പോഴും നമുക്ക് ഒരു ഓൾറൗണ്ടർ, നല്ല ഓൾറൗണ്ടറെ കിട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ടീമിനെ ബാലൻസ് കൊണ്ടുവരുന്ന ഒരു ഫാക്ടറാണ് ഓൾറൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ എം വെരി ഹാപ്പി നമുക്ക് ഒരു ലെവലിൽ ഒരു മിനിമം ഒരു 3 പേരെ അല്ലെങ്കിൽ 4 പേരെ കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. സോ ആ ഒരു ടീമിന്റെ ഒരു ബാലൻസ് ലാസ്റ്റിനേക്കാൾ ഇച്ചിരി ഒന്ന് ബെറ്റർ ആയ ഫീൽ എനിക്കുണ്ട്. ആലപ്പി റിപ്പിൾസുമായിട്ടാണല്ലോ ഫസ്റ്റ് മാച്ച് വരുന്നത് നാളെ. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ സച്ചിൻ ബേബി ഉണ്ട്, അതുപോലെ ഉണ്ട്, മുഹമ്മദ് ഉണ്ട്, അങ്ങനെ ഓൾറൗണ്ടേഴ്സ് അവിടെയും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ആലപ്പി റിപ്പിൾസിനെ അല്ലെങ്കിൽ ആ ടീമിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൾ ടീംസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. നമ്മൾ ഒരു ഗെയിമിന് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടായിരിക്കും എല്ലാ ടീമിനും. പിന്നെ നമുക്കറിയാം ആലപ്പിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൈഡാണ് അവർ. നമുക്ക് 3 കളിച്ച് കേരളത്തിനായാലും വേറെ ടീമുകൾക്കായാലും ഇത്രയും വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ് ഈ നേരത്തെ പറഞ്ഞ 3 പേർ. അപ്പൊ ഇവരുടെ എക്സ്പീരിയൻസ് തീർച്ചയായും അവർക്ക് നല്ല ബെനിഫിറ്റ് ഇതുണ്ടാക്കും. പക്ഷെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ആ ഒരു സെയിം അപ്രോച്ചിലായിരിക്കും നമുക്ക് അവർക്കെതിരെ ഇറങ്ങാൻ പോകുന്നത്. നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരു വെയിറ്റേജ് കൊടുക്കാതെ എങ്ങനെ ഒരു കൃത്യമായ ഒരു പ്ലാനോട് നമുക്ക് എങ്ങനെ നെക്സ്റ്റ് മാച്ച് അപ്രോച്ച് ചെയ്യാം, അത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ വയ്ക്കുന്നത്. നമുക്ക് ഇന്ന പ്ലേയേഴ്സ് ഉണ്ടെന്ന് ഇപ്പൊ എല്ലാ ടീമിലും എടുത്താലും നമുക്ക് ഒരു കീ ആയിട്ടൊരു 3-4 പ്ലേയേഴ്സ് കാണും. ഇത്ര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കേരളത്തിന് കളിച്ചാൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സ് ആണ്. സോ നമ്മളത് എല്ലാ ടീമിലും എടുത്ത് കളിക്കുമ്പോൾ ആ സെയിം അത് എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്നും പെർഫോമൻസ് വരാം അല്ലെങ്കിൽ എന്തും സംഭവിക്കാന്നുള്ളൊരു സംഭവം ഒരു ഇതിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഇത് കൊടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. KCLലൂടെ ഇപ്പൊ ക്രിക്കറ്റ് കുറച്ചുകൂടി പറഞ്ഞതുപോലെ ജനകീയമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാം. അപ്പൊ ഓരോ തലമുറയും നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ തലമുറയിലും ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന അത് പ്രൊഫഷനാക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനി വരുന്ന ഒരു തലമുറയോട് അല്ലെങ്കിൽ തലമുറയ്ക്ക് ഈ ക്രിക്കറ്റിലേക്ക് ഇങ്ങനെ വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ക്രിക്കറ്റിലേക്ക് കുറച്ചുകൂടി ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പറയാനാണ്? ഞാൻ ഒരു ക്രിക്കറ്റർ ആയതുകൊണ്ട് മാത്രം പറയില്ല. നമുക്ക് ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചേക്കെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ ഏത് പ്രൊഫഷൻ ആയാലും നമുക്ക് അതിലേക്ക് 100% കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ 100% നമ്മൾ എഫേർട്ട് ഇടുക. അതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിപ്പം ഏതൊരു മേഖലയിൽ പോയാലും നമുക്ക് സക്സസ്ഫുൾ ആവോ ഇല്ലോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പാഷൻ, ഒരു ഡ്രീമിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പം ചിലരുടെ വയസ്സ് 10 വയസ്സും 12 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അത് അവരുടെ ഒരു ട്രൂ പാഷനാണ്, അവർക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പം കുറെ പ്ലേയേഴ്സിന് ചിലപ്പോൾ ഒരു പ്ലെയറിന് ഏറ്റവും ഒരു പാഷൻ അല്ലെങ്കിൽ ഡ്രീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആവാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആവാനായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ഇപ്പൊ എഞ്ചിനീയർ ആവാനായിരിക്കും. ഏതായാലും നമ്മുടെ മനസ്സിലുള്ള ഒരു പാഷൻ ഉണ്ടാവും. നമുക്കൊരു പ്രായത്തുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിലേക്ക് 100% കൊടുക്കുക. നമ്മൾ പിന്നെ നമ്മൾ ഡൈവേർട്ട് ആവാതെ നമ്മൾ അതിലേക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് അതിലേക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ ഫുൾ ഔട്ട് ഇറങ്ങുന്നതാണ് ക്രിക്കറ്റിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിഡ് അല്ലെങ്കിൽ ഒരു നമുക്ക് അറിയാവുന്ന ആരായാലും ഒരു ക്രിക്കറ്റ് ടേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായും സന്തോഷമാണ്. നമുക്ക് മാക്സിമം പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന കാണുമ്പോൾ തീർച്ചയായും ഒരു സന്തോഷം കാണും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ടാണ്. സോ മാക്സിമം പിള്ളേർ അത് ടേക്കപ്പ് ചെയ്യുക, ബീറ്റ് എ ബോയ് ഓർ ഗേൾ. മാക്സിമം ആൾക്കാർ ടേക്കപ്പ് ചെയ്യുക, അതിന്റെ കോമ്പറ്റീഷൻ കൂടുക, അതിന്റെ സ്റ്റാൻഡേർഡ് ഉയരുക എന്നുള്ളത് തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ക്രിക്കറ്റിനുപരി എല്ലാ പ്രൊഫഷനും ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞ ഒരു സെയിം ഇതാണ്, അതിൻ്റെതായ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഏതിൽ പോയാലും അതിലേക്കുള്ള 100% കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് കമ്മിറ്റ് ചെയ്യുക. നമ്മൾ വേറെ തോട്ട്സിലേക്കൊന്നും പോവാതെ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുക. ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ടീമിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഇനിയും മലയാളികൾ കളിക്കണ്ടേ? അപ്പൊ ഇനി മലയാളികൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ KCL ആണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. KCL പ്ലേയേഴ്സാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് KCL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഇതൊന്ന് ആദ്യമായിട്ടൊന്ന് ലോഞ്ച് ചെയ്യാന്നുള്ളത്. പിന്നെ അത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്, അത് ഈവൻ മോർ സക്സസ്ഫുൾ ആയിട്ട് ഓരോ വർഷം കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അതിനേക്കാളും ബിഗ ചലഞ്ചാണ്.
സോ അത് കെ സി ഫാന്റാസ്റ്റിക് ജോബ് ശരിക്കും പറഞ്ഞാൽ. നമുക്കറിയാം ഫസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു കെ സി, സെക്കൻഡ് ഇയറിന്റെ പ്രൊമോഷനും തേർഡ് ഇയറിൽ വരുമ്പോൾ പ്രൊമോഷൻസും കാര്യങ്ങളും വ്യൂവർഷിപ്പ് ആയിക്കോട്ടെ എല്ലാം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ്സ് ആയി മാറി ഒരു വ്യൂവർഷിപ്പിന്റെ ഇതിൽ ഒത്തിരി ആൾക്കാരാണ് കാണുന്നത്. സോ അത് കെ സി ഇടുന്ന ഒരു ഭയങ്കര വലിയൊരു എഫേർട്ടാണ് ഒരു പ്രൊമോഷന്റെയും എല്ലാത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള. അപ്പം നമുക്കറിയാം, നമുക്ക് വേറെ ഏത് ടീമിൽ പോയി കളിച്ചാലും നമുക്കറിയാം, നമുക്ക് ഇപ്പൊ കർണാടക ആയിക്കോട്ടെ പഞ്ചാബ് ആയിക്കോട്ടെ അവരുടെയൊക്കെ ഒരു 10 പ്ലേയേഴ്സ് 11 പ്ലേയേഴ്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായിട്ട്. സോ നമുക്ക് ഈ ഒരു കെ സി എൽ വഴി നമുക്കിപ്പോ ലാസ്റ്റ് ഇയർ നമുക്ക് പെട്ടെന്ന് വിഘ്നേഷ് പുത്തൂർ ആയിക്കോട്ടെ, ഇപ്പൊ സൽമാൻ നിസാർ ആയിക്കോട്ടെ, ഇങ്ങനെ പ്ലേയേഴ്സ് പെട്ടെന്ന് IPL റഡാറിലേക്ക് ഇന്ത്യൻ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കെ സി എൽ ഞാൻ പറഞ്ഞത് 2 സീസൺ 3 സീസൺ ആയിട്ടുള്ളൂ. സോ നെക്സ്റ്റ് 2-3 സീസൺസിൽ ഇനിയും ഒരു 7 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 8 പ്ലേയേഴ്സ് ഇനിയും പൊങ്ങി വരാം. സോ നമുക്കൊരു വൺസ് ആ ഒരു ഇത് നമ്മൾ ആ ഒരു ടീമിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ IPL അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് ഒരു 7 പ്ലേയേഴ്സ് 8 പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു 2 years 3 years ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടെ സമയം കൊടുത്താൽ ഇനിയും ഒരുപാട് പ്ലേയേഴ്സ് മുന്നോട്ട് വരുന്ന വിഘ്നേഷ് പുത്തൂരിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഒരു ചോദിക്കുകയാണ്. അപ്പൊ ഈ വിഘ്നേഷ് പുത്തൂരൊക്കെ ഇപ്പോ കഴിഞ്ഞ അതിന് മുൻപത്തെ സീസണിൽ നല്ലൊരു ബൗളിംഗ് ഒക്കെ കാഴ്ചവെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് അവർക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലോക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ? ഇപ്പൊ വിഘ്നേഷിന്റെ പേര് പറഞ്ഞ വിഘ്നേഷ് IPL കളിച്ചിട്ടുണ്ട്. ആ സെയിം ടാലന്റ് ഉള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒരുപാട് യങ്സ്റ്റേഴ്സും ഒരുപാട് പേർക്ക് ആ ഒരു ലെവലിൽ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ആണ്. ഞാൻ പെട്ടെന്ന് ആ ഒരു പേര് വന്നപ്പോഴാണ് സൽമാന്റെ ഇത് പറഞ്ഞത്. അതല്ലാതെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ IPL ഒരു ഇത് കളിച്ചാൽ ഇന്ത്യ കളിക്കണമെന്നൊരു നിർബന്ധം. നമുക്ക് ഒത്തിരി പ്ലേയേഴ്സ് ആണ് IPL കളിക്കുന്നത്. സോ അതൊരു നമ്മളല്ലേ നമുക്ക് ഇപ്പൊ KCL നമുക്ക് പെർഫോം ചെയ്ത് നമുക്ക് IPL വരാം, അല്ലെങ്കിൽ നമുക്ക് കേരള ടീമിലേക്ക് ഇതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് പല പ്ലേയേഴ്സും. അതുപോലെ IPL നമുക്ക് അതിന്റെ മുകളിലേക്ക് കളിക്കാവുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റിയ ഒരു ലാഡർ ആണ് അത് ഇന്ത്യൻ ടീമിലേക്ക്. സോ ഒരു പ്ലെയർ ആയിക്കോട്ടെ 1 year 2 year ആയിട്ടുള്ളൂ. നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ ഇയർ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുക, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ലെവലിൽ കളിക്കുക. നമ്മുടെ എപ്പോഴാണ് നമ്മുടെ ടൈം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ആ ഒരു കണ്ടിന്യൂസ് ആയി പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചില പ്ലേയേഴ്സ് ചിലപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ പെർഫോം ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ പോകും. ചില പ്ലേയേഴ്സ് ചിലപ്പോൾ 2 years അല്ലെങ്കിൽ 3 years വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. സോ അതെല്ലാം നമ്മുടെ ആ ഒരു ടൈമിന്റെ ഇതുപോലെ ഇരിക്കും. നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ 100% നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക, നമ്മൾ ആ ഒരു ലെവലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. ടൈം കംസ് നമുക്ക് പിന്നെ വേണം. കഴിഞ്ഞ സീസണിൽ ടോപ്പ് സ്കോറർ ആയിരുന്നല്ലോ. അപ്പോൾ ഈ സീസണിൽ എങ്ങനെയാണ് ഒരു KPയുടെ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയാണ്? ഇല്ല, അതൊരിക്കലും നമുക്കൊരു ടോപ്പ് സ്കോർ ആവണം അല്ലെങ്കിൽ ടൂർണമെന്റ് ടോപ്പ് സ്കോർ ആണെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പോകാൻ പറ്റൂല. നമുക്കൊരു ടൂർണമെന്റ് ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ടീമിന് വേണ്ടി എങ്ങനെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അത് സംഭവിച്ചു പോയതാണ്. നമുക്കിപ്പം ഒരു സീസണിന് മുന്നേ നമുക്ക് എത്ര റൺ സ്കോർ ചെയ്യുന്ന നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിങ്ങിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നേരത്തെ നമ്മൾ റിയാക്ട് ചെയ്യുക. നമ്മൾ ചേസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ടാർഗറ്റ് അനുസരിച്ച് നമ്മൾ ബാറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പിച്ച് ഉണ്ട്, നമ്മുടെ കൂടെ ബാറ്റ് ചെയ്യുന്ന ആളെങ്ങനെ ബാറ്റ് ചെയ്യുന്നുള്ള പോലെ ഇരിക്കും. പിന്നെ അന്ന് നമ്മൾ എങ്ങനെ അവരുടെ ബോളേഴ്സിനെ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമ്മുടെ ബാറ്റിങ്ങിന്റെ പേസ് നമ്മൾ മാറ്റും. അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. ആ ഒരു മാച്ച് എങ്ങനെ നമുക്ക് വിൻ ചെയ്യിക്കാം, അല്ലെങ്കിൽ ആ ഒരു മാച്ചിൽ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്ത് നമ്മുടെ ടീമിന് ബെനിഫിഷ്യൽ ആയിട്ട് എങ്ങനെ റൺസ് സ്കോർ ചെയ്യാന്നൊരു ഇതിലേക്കുള്ള ചിന്ത മാത്രമേ കൊടുക്കുള്ളൂ. നമുക്ക് ഒരിക്കലും ഒരു ടൂർണമെന്റിൽ ടോപ്പ് സ്കോർ ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഒരിക്കലും അത് നമ്മളൊരു തോട്ടി പോലും വരൂല. ശരിക്കും നമുക്ക് നെക്സ്റ്റ് മാച്ച് നമ്മൾ എങ്ങനെ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് മാക്സിമം എങ്ങനെ നമുക്ക് വിൻ ചെയ്യിക്കാം, ടീമിന് എങ്ങനെ ഏത് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു അത് മാത്രമേ ചിന്തിക്കൂ. ട്രിവാൻഡ്രം റോയൽസിന്റെ ഫാൻസിനോട് എന്താണ് KCL തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്? തീർച്ചയായും നമുക്ക് മാക്സിമം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും. ആൾക്കാർ ഒരു സ്റ്റേഡിയം നമുക്ക് ഫില്ലാവുക, നമുക്ക് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് വേണ്ടി എത്ര ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നോ നമ്മൾ അത്ര റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുകയാണ്. നമുക്ക് അവരോടുള്ള നമുക്ക് ടീമിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടാനുള്ള ഒരു പ്രചോദനമാകും. പിന്നെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏതൊരു ടീമിന് വേണ്ടിയായാലും നമുക്ക് മാക്സിമം ആൾക്കാർ നമ്മുടെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും.
നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ തന്നെ നമുക്ക് ശരിക്കും ഒരു ലീഗിന്റെ സ്റ്റാൻഡേർഡ് തന്നെ ഉയർത്തുന്ന ഒരു കാര്യമാണ്. സോ മാക്സിമം ആൾക്കാർ കളി കാണാൻ വരിക, നമ്മുടെ ഒരു എല്ലാവരും കളി കാണാൻ വരിക, സമയം കിട്ടുമ്പോഴൊക്കെ മാക്സിമം ട്രിവാൻഡ്രത്ത് കളിക്കുന്ന ഒരു ടീമാണ്, നമ്മൾ ട്രിവാൻഡ്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടീമാണ്. ട്രിവാൻഡ്രത്ത് വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. സോ തീർച്ചയായും പ്ലീസ് കം ആൻഡ് സപ്പോർട്ടേഴ്സ്. നമുക്ക് ഭയങ്കര വലിയൊരു പ്രചോദനമായിരിക്കും അത് കളിക്കാൻ. അപ്പോ വളരെ നന്ദി കൃഷ്ണപ്രസാദ്. ഈ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ KCLന്റെ 3ാം സീസണിൽ ട്രിവാൻഡ്രം റോയൽസിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഈ KCLന്റെ 3ാം സീസണിൽ ട്രിവാൻഡ്രം റോയൽസിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു ആശംസ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു സോ മച്ച്.